ഇപ്പോഴെന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ പരസ്പരം സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് പറയാം, കർത്താവിൻ്റെ സമാധാനം കൂടെ ഇരിക്കട്ടെ. ഷലോം, പീസ് ബി വിത്ത് യു. ഹല്ലേലൂയ. എൻ്റെ പേര് ക്രിസ്പിൻ, കൊച്ചിക്കാരൻ. ഞാൻ കൊച്ചിക്കാരൻ എന്നുള്ള എൻ്റെ വീട്ടുപേരാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കൊച്ചി തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർ ഉണ്ടാകാം, കേൾക്കാത്തവരും കാണാം. കേൾക്കാത്തവരുടെ കേൾവിയിലേക്ക്, അറിവിലേക്ക് ഞാൻ റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പൂച്ചിയൻ സഭ, ഈ സഭയിൽ ഞാൻ 22 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൽ 9 വർഷം പുരോഹിതനായിരുന്നുകൊണ്ട് കപ്പൂച്ചിയൻ മിഷൻ ധ്യാനത്തിൻ്റെ ധ്യാന ഗുരുവായി ഞാൻ പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000-ൽ എൻ്റെ കർത്താവ് എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് വന്നെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എഫെസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 4-ാം തിരുവചനം. എഫെസ് ലേഖനം 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആമേൻ. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുമ്പ്. എന്തിനാണ് തിരഞ്ഞെടുത്തത്? വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാനാണ്. ഓർത്തോളണം, തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വാട്ടവും കോട്ടവും ഇല്ലാത്തതിനെ കൊണ്ടുപോകാനാണ് ഈ വീണ്ടും കർത്താവ് വരുന്നത്. സ്തോത്രം. കോട്ടമുള്ളതിനെയും വാട്ടമുള്ളതിനെ എടുക്കത്തില്ല. കാരണം സദൃശവാക്യം 24:5 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. സദൃശവാക്യം 25:4. പ്രോവബ്സ് 25:4. വെള്ളിയിൽ നിന്ന് കീടം നീക്കി കളഞ്ഞാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടും. വെള്ളി നമ്മൾ ഓരോരുത്തരും, കീടം നമ്മുടെ ജഡത്തിൻ്റെ ഫലങ്ങളാണ്. അത് നീക്കിക്കളഞ്ഞാൽ തട്ടാൻ യേശു ക്രിസ്തു നല്ലൊരു ഉരുപ്പിടിയായിട്ട്. അപ്പോൾ ഈ തട്ടാൻ വരുന്നത് ഈ നല്ലൊരു ഉരുപ്പിടിയെ കൊണ്ടുപോകാനാണ്. വാട്ടവും കോട്ടമുള്ളതിനെ എടുക്കത്തില്ല. അപ്പോൾ ഈ വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളയാനായിട്ടുള്ള സ്തോത്രം ആയുധമാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന സ്വർഗീയ മന്ന. എൻ്റെ തൊട്ടടുത്തുള്ളത് POC ബൈബിളാണ്. സ്തോത്രം. POC ബൈബിൾ. ഹല്ലേലൂയ. ഇതിലെ 7 പുസ്തകം മാറ്റിയാൽ ബാക്കിയെല്ലാം സെയിമാണ്. സ്തോത്രം. ഞാൻ POC ബൈബിൾ കാണിച്ചുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട. ഹല്ലേലൂയ. സത്യവേദ പുസ്തകവും ഇവിടെ ഇരിപ്പുണ്ട്. കുറേ അധികം റെഫറൻസ് ബുക്കാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വെളിയിൽ നിന്ന് കീടം നീക്കി കളയാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനപ്രകാരം സ്തോത്രം കീടം നീക്കി കളഞ്ഞാൽ മാത്രമേ ഈ തട്ടാൻ്റെ കൂടെ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തട്ടാൻ യേശു ക്രിസ്തുവാണ്. ഇപ്പോൾ നമ്മളായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ തട്ടാൻ്റെ 2ാമത്തെ വരവിൻ്റെ ലാസ്റ്റ് അവറിലാണ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് തിരഞ്ഞെടുത്തത്? വിളിക്കപ്പെട്ടവൻ്റെ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ കൂടെ പോകാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം യു ആർ എ ബ്രൈഡ്. സ്തോത്രം. നമ്മളൊരു മണവാട്ടിയാണ്. മണവാളൻ യേശു ക്രിസ്തുവാണ്. അവൻ്റെ വരവിനായി എണ്ണ കരുതിയിരുന്ന ബുദ്ധിയുള്ള 5 കന്യകകളെപ്പോലെ ഒരുങ്ങിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ കർത്താവിനെ തിരഞ്ഞെടുത്തത് സ്തോത്രം മതപൗരോഹിത്യത്തിൽ നിന്നും രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് കർത്താവിനെ വിളിച്ചത്. അത് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മതപുരോഹിതനായിരുന്ന ഞാൻ 2000-ൽ ഈ രാജകീയ പൗരോഹിത്യത്തിലേക്ക് കർത്താവ് എന്നെ ഉയർത്തി. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം നത്തിങ് ബട്ട് കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കുക എന്നുള്ളത്. വേറെ ആരെയും കുറിച്ച് ബോസ്റ്റ് ചെയ്യാനല്ല, വേറെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയും ബോസ്റ്റ് ചെയ്യാനല്ല. ആരാണോ വിളിച്ചത്, ആരാണോ എനിക്കും നിനക്കും വേണ്ടി കാൽവരിയിൽ തന്നെ ബലിയർപ്പിച്ചത്,
അവന് വേണ്ടി മാത്രം ജീവിക്കാനോ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഓർത്തോളം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. യു ആർ സ്പെഷ്യലി ചോസൺ വൺ എന്ന് പറയുന്നത്. രാജകീയ പുരോഹിതവർഗം, റോയൽ പ്രീസ്റ്റ് എന്ന് പറയുന്നത്, വിശുദ്ധ വംശം. യു ആർ എ ഹോളി നേഷൻ, സ്വന്തം ജനം, ഹിസ് ഓൺ പീപ്പിൾ. ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്? അപ്പോൾ അതുകൊണ്ട് പൊഴിയുന്നെങ്കിൽ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകൾ. ഇപ്പോഴെല്ലാവരും പറയുന്നത് പെന്തക്കോസക്കാർ, യാക്കോബക്കാർ, ഓർത്തഡോക്സുകാർ, CSIക്കാർ, മാർത്തോമക്കാർ, ബ്രദറൻകാർ, യേശുനാമക്കാർ, എല്ലാവരും ഈ കാറിലാണ് സഞ്ചരിക്കുന്നത്. ആ കാറിൽ നിന്ന് ഇറങ്ങി കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കണം. കർത്താവിന് വേണ്ടത് വിശ്വാസികളെയല്ല, കർത്താവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. അതല്ലേ? അപ്പോൾ നമ്മൾ മതപൗരോഹിത്യത്തിൽ നിന്ന് മാറ്റി രാജകീയ പൗരോഹിത്യത്തിലേക്ക് കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ 2000-ലാണ് കർത്താവിനെ ആ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയത്. ഇപ്പോൾ ഞാൻ നോട്ട് എ ഓർഡിനറി പ്രീസ്റ്റ്, ഐ ആം ആൻ എക്സ്ട്രാ ഓർഡിനറി പ്രീസ്റ്റ്. ഞാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ തിരുവചന സത്യമനുസരിച്ച് ഹല്ലേലൂയ വിളിക്കപ്പെട്ട ഓരോ മക്കളും ഹല്ലേലൂയ അവൻ്റെ രാജകീയ പൗരോഹിത്യമുള്ള സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു പദവിയിലേക്ക് കർത്താവ് എന്നെ ക്ഷണിച്ചു. ഞാൻ കൊടുക്കേണ്ടി വന്ന വില അതിഭയങ്കരമാണ്. സ്തോത്രം. ദൈവവചനം പഠിക്കുന്നതനുസരിച്ച് എൻ്റെ സാക്ഷ്യം ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ഞാൻ ഒത്തിരി എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. എങ്കിലും ഈ കുറഞ്ഞ സമയം കൊണ്ട് കഴിയുന്നത്രയും ഹല്ലേലൂയ എൻ്റെ സാക്ഷ്യം ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. ഐ ഈസ് ദ ലാമ്പ് ഓഫ് ബോഡി. ഐ ഈസ് ദ ലാമ്പ് ഓഫ് ബോഡി. നമുക്ക് ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് നോക്കാം. മത്തായി 6-ാം അധ്യായം 22-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6:22. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ആമേൻ. The light of the body is the eye. If therefore yours eye be single, your whole body shall be full of light. ഇത് പറയുന്നത് മാത്യു അല്ല, വിശുദ്ധ മത്തായി അല്ല, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ദൈവമാണ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവമാണ് കണ്ണ്. ഹല്ലേലൂയ. ഈ കണ്ണിൻ്റെ പ്രത്യേകത, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ കണ്ണിലെ കൃഷ്ണമണിയുടെ വളർച്ച പൂർത്തിയായി. ഹല്ലേലൂയ. ഇനി ഈ കണ്ണിലെ കൃഷ്ണമണിയാണ് ഈ 800 കോടി ജനങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ 800 കോടിയും വ്യത്യസ്തരായിരിക്കും. കാരണം എന്താണെന്നറിയാം? എയർപോർട്ടിൽ ചെല്ല്, എയർപോർട്ടിൽ സ്തോത്രം ഡ്യൂപ്ലിക്കേഷൻ നടത്താൻ പറ്റാത്ത ഒരേ ഒരു കാര്യം കണ്ണിലെ കൃഷ്ണമണിയാണ്. അവിടെ പിടിക്കും. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം, പക്ഷേ കൃഷ്ണമണിയെ പിടിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഈ ക്രിയേഷൻ്റെ ഒരു പ്രത്യേകത. യുണീക്കാണ്. ഒരാൾ ഊരിൽ നിന്ന് നമ്മൾ പറയില്ല ഒരുത്തനെ പോലെ 7 പേരുണ്ടെന്ന്, അതും വെറും കള്ളവാണ്. സ്തോത്രം. അല്ലേ? അവിടെ എന്തെങ്കിലും ചായ കോഫിയൊക്കെ ഉണ്ടാകുമെങ്കിലും കൃഷ്ണമണി ദാറ്റ്സ് എ ഡിഫറെൻറ്റ്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഒന്നുകൂടി പറയുന്നുണ്ട്. സദൃശവാക്യം 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. Proverbs 20:27. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. The spirit of man is the candle of the Lord, searching all the inward parts of the belly. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കാഴ്ച. കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണം.
കുരുടൻ പറഞ്ഞെന്താ, കർത്താവേ സ്തോത്രം, എനിക്ക് അതിൻ്റെ ആരോഗ്യം തിരികെ കിട്ടണമെന്നല്ല, കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച വേണം. ഹല്ലേലൂയ. ഓരോ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ കാഴ്ച ഒന്നുകൂടി ബ്രൈറ്റാക്കി തരണേ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ അങ്ങയുടെ ദീപം അധികമായി തെളിയിച്ചു തരണേ. സ്തോത്രം. കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ടാണ് പലതും ഹല്ലേലൂയ പിശാച് നമ്മളെ കുടുക്കി ഇവിടെ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പല രീതിയിലും അർത്ഥത്തിലുള്ള കണ്ണുകളുണ്ട്. ഒന്ന്, മനുഷ്യന് 3 രീതിയിലുള്ള കണ്ണുകൾ ദൈവവചനത്തിലുണ്ട്. ഒന്നാമത്തെ കണ്ണ് ശാരീരിക കണ്ണ്, ഫിസിക്കൽ ഐസ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 9:6. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവൻ്റെ കണ്ണിന്മേൽ പൂശി. അല്ലല്ലേ, നമ്മളെ സൃഷ്ടിച്ച അപ്പനാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവൻ്റെ കണ്ണിന്മേൽ പൂശി. ഹല്ലേലൂയ. മഹാവൈദ്യനാണ് ഈ ഒരു ചെറിയ മരുന്ന് കാഴ്ച ലഭിക്കാൻ വേണ്ടി ദൈവം അത് ചെയ്യുന്നോർത്തോളം. അപ്പോൾ അതുകൊണ്ട് മരുന്ന് കഴിക്കാതെ മരിച്ചു പോയിട്ട് കാര്യമില്ല. സ്തോത്രം. അത്യാവശ്യം രോഗം വന്നാൽ നീ കൂടുതൽ സ്പിരിച്വാലിറ്റി ഒന്നും കളിക്കണ്ട. അത്യാവശ്യം മരുന്ന് എന്തെങ്കിലും രോഗം വന്നാൽ വിശ്വാസം വേണം, പ്രാർത്ഥന വേണം. സ്തോത്രം. അതിൽ പിന്നെ മാറ്റമൊന്നും വരുത്തണ്ട. പക്ഷേ മരുന്ന് കഴിക്കാൻ രോഗിയായി മരിച്ചു പോയിട്ട് ഞാൻ കർത്താവിന് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ മഹാവൈദ്യനായി ചെയ്തത് ഓർത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിനെ വചനം പഠിപ്പിക്കാനൊന്നും പോകണ്ട. അങ്ങനെയും കുറേ ആൾക്കാരോട് എന്താ പറയുക, പരിശുദ്ധാത്മാവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല മരുന്ന് കഴിക്കരുത്. യു ഷുഡ് ടേക്ക് മെഡിസിൻ. ഹല്ലേലൂയ. ഡോക്ടർ മരുന്ന് തരുന്ന, കർത്താവ് സൗഖ്യം തരുന്നത്. അല്ല, സൗഖ്യദായകനാണ് ഈ ചെയ്തതെന്ന് ഓർത്തോളണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ വചനം പഠിപ്പിക്കാൻ പോകരുത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പൂശി. സ്തോത്രം. ഇന്ന് പലർക്കും ഇത്തരത്തിലുള്ള കണ്ണിലെ ലേപം കിട്ടാത്ത കാരണം പലരെയും കണ്ണ് തുറന്നിട്ടില്ല. നിൻ്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിനക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ഹല്ലേലൂയ, ആ മനുഷ്യൻ്റെ കണ്ണിൽ നീ ചേറ് പുരട്ടിയതുപോലെ എൻ്റെ കണ്ണിലും കർത്താവേ സ്തോത്രം, നീ ചേറ് പുരട്ടി എൻ്റെ കണ്ണ് തുറന്നു തരണേ. നിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടാൽ മാത്രമേ മതം കെട്ടിയിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയുള്ളൂ. ആ മതം ആണ് നിൻ്റെ മുൻപിൽ നിൽക്കുന്ന. ഈ മതം കാരണമാണ് നിനക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തത്. ഹല്ലേലൂയ. ആ മതബന്ധനം മാറിയാൽ ക്രിസ്തു വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ ശാരീരിക കണ്ണുണ്ട്. സ്തോത്രം. അത് നമ്മുടെ ഹല്ലേലൂയ പുറമേ ഉള്ള കാണുന്ന നമ്മുടെ കണ്ണ് മുഖത്തുള്ള 2 തടങ്ങളിൽ സുരക്ഷിതമാക്കി നൽകിയിരിക്കുന്നു. ഈ കണ്ണിൻ്റെ പ്രത്യേകത, പുറമേ ഉള്ള യാതൊന്നും കണ്ണിൽ വീഴാതിരിക്കാൻ ഒരു പ്രത്യേക സംരക്ഷണം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയാം, കൺപോളകളും കൺപീലികളും ഉണ്ട്. നോക്കി, നമ്മുടെ അപ്പൻ്റെ ആ ഒരു ക്രിയേഷൻ്റെ ഒരു പ്രത്യേകത, ഈ നമ്മുടെ ശരീരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഉപകരണത്തെ ദൈവം എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് കണ്ണ് ചിമ്മിപ്പോവും, അടയും. കാരണം എന്താ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം ഒരു കേടും വരാതെ സൂക്ഷിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഹെവൻലി പ്രൊട്ടക്ഷനാണ്. സോ യു ആർ പെർഫെക്റ്റ്ലി ക്രിയേറ്റഡ്. സങ്കീർണമായ ഘടന വൈശിഷ്ട്യം കണ്ണിനുണ്ട്. അത് ഒരേ സമയം ഒറ്റ കാഴ്ച നൽകി തരുന്ന കണ്ണിൻ്റെ ലെൻസ് ലോകത്തിൽ ഒരു ക്യാമറയ്ക്കും ഇല്ല. ഹല്ലേലൂയ. ഈ കണ്ണിൻ്റെ പ്രത്യേകത, ഈ ലെൻസ് മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയിലെ ലെൻസ് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അങ്ങനെ കിട്ടത്തില്ല. സ്തോത്രം. അത് ആർട്ടിഫിഷ്യലായിപ്പോൾ. ദിസ് ഈസ് സംതിങ് ഒറിജിനൽ. ഒരിക്കലും അത് പോയാൽ പോയി, പിന്നെ വരുന്നതെല്ലാം ആർട്ടിഫിഷ്യലാണ്. സ്തോത്രം. 10 മില്യൺ നിറഭേദങ്ങൾ തിരിച്ചറിയുന്ന കഴിവ് കണ്ണിനുണ്ട്. ഓക്കെ. കാരണം എന്താണ്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. ആ കണ്ണിന് 10 മില്യൺ നിറഭേദങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനുണ്ട്. ഹല്ലേലൂയ. 130 മില്യൺ സെൻസിറ്റീവ് സെൽസ് കണ്ണിനുണ്ട്. ഹല്ലേലൂയ.
കോൺസ് ആണ് കളർ തിരിച്ചറിയുന്നത്. ഓരോ ഓരോ പ്രത്യേകതകൾ കർത്താവ് നമ്മുടെ കണ്ണിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നില്ലേ? ശരിക്കും നമ്മളൊരു മിസ്റ്ററിയാണ്. നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും ഹല്ലേലൂയ ശാസ്ത്രം ഇതേവരെയും നമ്മളിൽ ഉള്ള പല രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. സ്തോത്രം. അപ്പോൾ അതേപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം, ഈ ഭൂമിയിൽ കാണുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം ആരുടെ തലയിൽ കൂടെ പോകുന്നത്? ഈ തലയിൽ കൂടെ പോണത്. അപ്പോൾ എന്തെല്ലാം ഈ കണ്ടുപിടിക്കാനുണ്ട്, അതെല്ലാം ദൈവം നേരത്തെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. സ്തോത്രം. അല്ലേ? ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ഓൾറെഡി അത് നേച്ചറിലുണ്ട്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ ക്രിയേഷൻ്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് 10 ലക്ഷം ഇമേജ് മണിക്കൂറിൽ കൈമാറാനുള്ള ശേഷിയുണ്ട്. സോ വണ്ടർഫുള്ളി ക്രിയേറ്റഡ്. ഏത് രോഗത്തിൻ്റെ ലക്ഷണവും കണ്ണിൽ ദൃശ്യമാകും. സ്തോത്രം. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ആദ്യം ഡോക്ടർ ചെവിയെന്ന് നോക്കട്ടെ എന്നല്ലല്ലോ പറയാം. കണ്ണ് പിടിച്ച് നോക്കണേ. കാരണം കണ്ണിൽ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കും. ആയുഷ്കാലത്ത് 500 മില്യൺ പ്രാവശ്യം കണ്ണ് ചിമ്മുന്നു. 1 മിനിറ്റിൽ 15 പ്രാവശ്യം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. ആയുഷ്കാലത്ത് 6 ഗാലൻ കണ്ണുനീർ കണ്ണിൽ നിന്ന് വരും. കണ്ണിന് കേടായാൽ ലോകം മുഴുവൻ ഇരുണ്ടതായിരിക്കും. കാഴ്ചയുള്ള കണ്ണുള്ളവർ വളരെ ഭാഗ്യവാന്മാർ. സ്തോത്രം. പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ കണ്ണിന് വ്യക്തമായിട്ട് നല്ല ക്ലിയർ കാഴ്ചയുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ കാണുവാനും അങ്ങേ ദർശിക്കുവാനും ഈ കണ്ണുകൾക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കാണുന്നതിലെ കാണാത്തതിനെ നോക്കി പാർക്കുന്ന ഒരു ആന്തരിക കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ മക്കൾക്കുണ്ടാകട്ടെ. രണ്ടാമത്തത് മനസ്സിൻ്റെ കണ്ണാണ്. 1 ഫിസിക്കലായി, 2 മെൻ്റൽ ആയി. 2 കൊറിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. 2 കൊറിന്ത്യൻസ് 4:4. ഈ കണ്ണിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഇൻട്രഡക്ഷനാണ് നമ്മൾ നോക്കുന്നത്. 2 കൊറിന്ത്യർ 4:4. ദൈവപ്രതിമയെ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷൻ്റെ പ്രകാശനം ചൊവ്വിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ മനസ്സിൻ്റെ കണ്ണ്, ഈ കണ്ണിൻ്റെ കാഴ്ച തുറന്നു കിട്ടിയാൽ മാത്രമേ ഹല്ലേലൂയ സ്വർഗത്തുനിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ഈ തിരുവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റുള്ള ആരാണ് ക്രിസ്തു എന്ന് നിനക്ക് വെളിപ്പെടണമെങ്കിൽ സ്തോത്രം ആ മെൻ്റൽ ഐ ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടണം. അത് പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. സ്തോത്രം. ആ ഒരു പ്രവൃത്തി അഴിച്ചു മാറ്റാൻ ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ. ഈ വചനമാകുന്ന വാൾ വെച്ചാണ് ഓപ്പറേഷൻ നടത്തുന്നത്. എന്നാൽ മാത്രമേ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. ഇന്ന് മതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അവിശ്വാസികളുടെ കണ്ണിനെ ഈ ദുഷ്ടശക്തി കുരുടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴാണ് ഈ അന്ധത മാറുന്നത്? ഈ അന്ധത മാറുന്നത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ് ഈ അന്ധത മാറുന്നത്. അപ്പോൾ യഥാർത്ഥ സ്തോത്ര കണ്ണ് സൃഷ്ടിച്ച് കണ്ണ് കാഴ്ച നൽകിയ കർത്താവിലേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള പൊരുൾ മനസ്സിലാകുന്നത്. സ്തോത്രം. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ പൊരുൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നത് കരുതി യഥാർത്ഥ കാഴ്ച ഉണ്ടാകത്തില്ല. ക്രിസ്തുവിനെ കാണാൻ പറ്റില്ല. കർത്താവ് കണ്ണ് തുറന്നു തരണം. സ്തോത്ര. ആ മൂടുപടമെടുത്ത് പരിശുദ്ധാത്മാവ് മാറ്റിയാൽ മാത്രമേ ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുകയുള്ളൂ. ക്രിസ്തു വെളിപ്പെട്ടാൽ മാത്രമേ അവന് വേണ്ടി മോശയെ പോലെ സകലതും ഫറവോനെ പേടിക്കാതെ കണ്ട് മിസ്രയീം ദേശം വിട്ട് ഇറങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യഭയമാവുന്ന കെണിയിൽ കെട്ട് നീ ഇരിക്കുന്ന മതത്തിൽ നീ മരിക്കും. എന്നാൽ ഒരുത്തൻ മരിക്കേണ്ടത് ചേർന്ന് നിൽക്കുന്ന മതത്തിലല്ല, ഒരുത്തൻ മരിക്കേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ഈ പുസ്തകത്തിന് കണ്ണു കൊടുക്കണം, ചെവി കൊടുക്കണം, ഹൃദയം കൊടുക്കണം. അല്ലെങ്കിൽ മനസ്സ്. അപ്പം മെൻ്റലൈസ്. സ്തോത്രം. ആന്തരിക കാഴ്ച നൽകുന്നതാണ് മനസ്സിൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. ഭാവന, സങ്കല്പം, സ്വപ്നം എന്നിവ മനസ്സിൻ്റെ കണ്ണുകളാലാണ് കാണുന്നത്. ശാരീരിക കണ്ണ് നൽകിയ കാഴ്ചകളുടെ ഇമേജുകൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിരിക്കും. അല്ലെങ്കിൽ വളരെ
എന്താ പറയുക, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഓരോരോ കണക്ഷനാണ് നമ്മുടെ കണ്ണിനെക്കുറിച്ച് കർത്താവ് നൽകിയിരിക്കുന്നത്. അത് ശാസ്ത്രം കണ്ടുപിടിക്കുകയാണ് അതൊക്കെ. ഹല്ലേലൂയ. ആ മൂന്നാമത്തായിട്ടുള്ള പ്രത്യേകത ആത്മീയ കണ്ണാണ്, സ്പിരിച്വൽ ഐ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആത്മീയ കണ്ണ്, സ്പിരിച്വൽ ഐസ്, മത്തായി 6:22. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അപ്പോൾ സ്പിരിച്വൽ ഐ. ഹല്ലേലൂയ. ദൈവികവും ആത്മീയവുമായിട്ടുള്ള വിഷയങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാഴ്ചയായി നൽകപ്പെടുന്നു. വെളിപ്പാടുകൾ, ദർശനങ്ങളെല്ലാം അപ്രകാരമുള്ളതാണ്. ആത്മീയമായ ഉൾക്കാഴ്ചകൾ എല്ലാവർക്കും ഇല്ല. ലോകമനുഷ്യനും ജഡിക മനുഷ്യനും അത് നൽകപ്പെടുന്നില്ല. സ്തോത്രം. ചിന്തിക്കുക, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ലോകമനുഷ്യനാണോ ജഡിക മനുഷ്യനാണോ എങ്കിൽ ഈ ആത്മീയ കാഴ്ചപ്പാട് നിനക്ക് കിട്ടില്ല. സ്തോത്രം. ആത്മീയ കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ ദൈവം തന്നെ കണ്ണിനെ തുറന്നു തരണം. എമാവുസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ ഹൃദയത്തെ, ആത്മീയ കണ്ണിനെ കർത്താവ് തുറന്നു കൊടുത്തപ്പോഴാണ് അവർക്ക് യേശു ആരാണെന്ന് വെളിപ്പെട്ടത്. സ്തോത്രം. പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണ് തുറന്നു തരണേ, എൻ്റെ ആത്മീയ കണ്ണ് തുറന്നു തരണേ. സ്തോത്രം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മീയമായി കണ്ണ് കുരുടാകാനുള്ള കാരണം എന്താണ്. 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. എല്ലാവർക്കും ബാഹ്യമായ കണ്ണിൻ്റെ കാഴ്ചയുള്ളവരാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവമാരാണെന്നും ക്രിസ്തു ആരാണെന്നും കാണണമെങ്കിൽ ആത്മീയ കാഴ്ചപ്പാട് ലഭിക്കണം. സ്തോത്രം. 4% രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന മക്കൾ ആത്മീയമായി കുരുടന്മാരാണ്, അന്ധരാണ്. തെളിവ് പരിശുദ്ധാത്മാവ് തരും. ആത്മീയമായി കണ്ണ് കുരുടാകാനുള്ള കാരണങ്ങൾ ഇപ്പോഴും പലതും നമ്മൾ കാണുന്നില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. കള്ളം കപ്പലിൽ തന്നെ. രോഗി നീ തന്നെയാണ്. നിന്നെ രോഗിയാക്കുന്നതല്ല, നീ തന്നെ നിന്നെ രോഗിയാക്കുന്നതാണ്. സോ ദ പരിശുദ്ധാത്മാവ് ഗോയിങ് ടു ട്രീറ്റ് അസ്. ഫസ്റ്റ് പോയിന്റ്, എന്തുകൊണ്ടാണ് ആത്മീയ കണ്ണ് കുരുടാകാനുള്ള കാരണം? അതിനു മുമ്പ് അതിനൊരു ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യത്തിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അവിടെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ആക്ട്സ് 9:18. അപ്പോസ്തല പ്രവൃത്തി 9:18. And immediately there fell from his eyes as it had been scales, and he received sight forthwith, and arose and was baptized. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. പൗലോസ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. അങ്ങനെ കർത്താവിൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ പോകുന്ന വഴിയും മധ്യേ ഡമാസ്കസിൽ വെച്ച് കുതിരപ്പുറത്തുനിന്ന് അടിച്ച് താഴെയിട്ട്, ഈ കുതിരപ്പുറത്തുനിന്ന് താഴെ കിടക്കുന്ന ഈ അഹങ്കാരിയായ മനുഷ്യൻ, പിന്നെ ഈ മതതീവ്രവാദി ചോദിക്കും, ലോർഡ് ഹൂ ആർ യു? നീ ആരാണ് കർത്താവേ? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സ്തോത്രം. പൗലോസ് അന്ധനായിപ്പോയി. 3 ദിവസം ഈ അന്ധതയിൽ പൗലോസ് കഴിയുകയാണ്. അവിടെ വെച്ച് സ്തോത്രം ആ ശിഷ്യന്മാരവനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സംഭവിച്ചത്, ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. സ്തോത്രം. കാണേണ്ടതുപോലെ കാണണമെങ്കിൽ ഈ ചെതമ്പൽ മാറണം. സ്തോത്രം. ഇന്ന് പലരും ശിശുസ്നാനമാണ് സത്യമെന്നും പറഞ്ഞിരിക്കുന്നില്ലേ. എൻ്റെ പൊന്നു മകനെ, ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവിന് കൽപ്പനയില്ല. അത് നീ ചേർന്ന് നിൽക്കുന്ന മതത്തിൻ്റെ കെട്ടാണത്. കർത്താവിന് കൽപ്പന വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നാണ്. ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവിൻ്റെ വചനത്തിൽ പ്രമാണമില്ല. ഞാൻ ശിശുക്കളെ സ്നാനപ്പെടുത്തിയവനാണ്. എന്നാൽ എൻ്റെ കർത്താവ് ആ മൂടുപടം മാറ്റി തന്നപ്പോഴാണ് കർത്താവ് യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ടതുപോലെ എനിക്കും സ്തോത്രം ഒരു ദൈവദാസൻ്റെ കൈക്കീഴിൽ ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ കഴിഞ്ഞത്. അതുപോലെ ഉടനെ തന്നെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു.
ഈ ചെതമ്പൽ വീഴാത്തത് കൊണ്ടാണ് എൻ്റെ പൊന്ന് യാക്കോബക്കാരാ, എൻ്റെ പൊന്ന് ചേർന്ന് നിൽക്കുന്ന സംഘടനക്കാരാ, നിനക്ക് വിശ്വാസ സ്നാനം, കർത്താവ് കർത്താവ് പാവത്തിലല്ലേ ജനിച്ചത്? പാവമില്ലാതെ ജനിച്ചവന് പിന്നെ എന്തിനായി സ്നാനപ്പെട്ടത്? സ്തോത്രം. കർത്താവിന് വചനം പഠിപ്പിക്കാൻ പോരുത്. സ്തോത്രം. എനിക്ക് നിനക്ക് മാതൃകയായിട്ട് സ്തോത്രം, സ്വർഗം കാണണോ സ്വർഗത്തിൽ കടക്കണോ? സ്വർഗത്തിൽ നിന്ന് വന്നവൻ തന്നെ ആ മാതൃക കാണിച്ചതെന്ന്. സ്തോത്രം. ആ കർത്താവ് സ്നാനപ്പെട്ടെങ്കിൽ സ്തോത്രം, ശിശുക്കളെയല്ലേ സ്നാനപ്പെടുത്തേണ്ടത്? പൗലോസിൻ്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ വീണ് കാഴ്ച ലഭിച്ചു. പൗലോസിന് കാഴ്ചയില്ലായിരുന്നു, ഭാഗ്യമായ കാഴ്ചയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ആന്തരിക കാഴ്ച ലഭിക്കുമ്പോഴാണ് നീ കർത്താവ് യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ടതുപോലെ ഒരു മുഴുകൽ സ്നാനത്തിന് നീ തയ്യാറാകുകയുള്ളൂ. അങ്ങനെ സ്തോത്രം, കർത്താവിൻ്റെ മൂടുപടം എടുത്ത് മാറ്റിയപ്പോഴാണ്, എനിക്ക് ആന്തരിക കാഴ്ച കർത്താവ് തന്നപ്പോഴാണ് ഞാൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ ഈ ദൈവദാസൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ കഴിഞ്ഞത്. സ്തോത്രം. ഞാനും നീ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ ആയിരിക്കുന്ന സഭയിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇന്ന കാറാണെന്ന് പറയത്തില്ലേ, അവിടുത്തെ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛനേക്കാൾ തീവ്രവാദിയായിരുന്നു ഞാൻ. ശിശുക്കളെ മാത്രമേ സ്നാനപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ഒരു മതപുരോഹിതരായിരുന്നു ഞാൻ. ബട്ട് ദ ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ, വിദ്വാൻ്റെ കരസ്പർശനം ഏറ്റപ്പോൾ കർത്താവിൻ്റെ ആത്മീയ കണ്ണു തുറന്നു നിന്ന് കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് അവൻ്റെ വഴിക്ക് പോയെന്നല്ല, സ്നാനമേറ്റു. സ്തോത്രം. ഇപ്പോഴും തൊട്ടടുത്ത് കുളമുണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾ കലക്കവെള്ളത്തിൽ മുക്കുന്നവരല്ലേ എന്ന്. അതുകൊണ്ട് കലക്കവെള്ളമെന്ന് പറഞ്ഞ് നീ കരയെ കയറി ഇരുന്നോ തളിച്ച് കളിച്ച്. സ്തോത്രം. തളിച്ച് കളിക്കാനുള്ളതല്ലേ ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. തളിച്ച് കളിക്കാനുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങിയത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, യോർദാനിൽ ഇറങ്ങി CSIയിൽ അച്ഛന്മാർ സ്നാനപ്പെടുത്തുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നച്ഛന്മാരെ, മാർത്തോമാച്ചന്മാരും ചിലരൊക്കെ ഇങ്ങനെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ആ ഉടുപ്പിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങാമല്ലേ? അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്നാനം. ഇതുപോലെയാണ് കർത്താവ് സ്നാനപ്പെട്ടത്, ഇതുപോലെയാണ് പൗലോസും സ്നാനപ്പെട്ടത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ യാക്കോബ ബിഷപ്പ്മാരെ, ഓർത്തഡോക്സ് ബിഷപ്പ്മാരെ, നിങ്ങളെല്ലാവരും കൂടി സ്തോത്രം, അടുത്ത് പുഴയുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ തൊപ്പിയും വടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ആ പുഴക്കരികിൽ പോയി ആദ്യം നിങ്ങൾ പരസ്പരം സ്നാനപ്പെടുത്തി, എന്നിട്ട് നിങ്ങളുടെ മക്കളെ, ആടുകളെ, ഇടയന്മാർ സ്നാനപ്പെടുത്തണം. കാരണം എന്താ? ലുക്ക് അറ്റ് സെയിൻറ്റ് പോൾ. സ്തോത്രം. മത തീവ്രവാദിയായിരുന്നു, ദൈവത്തിൻ്റെ മക്കളെ മുടിച്ചവനാണ്. അവൻ ആദ്യം ചെയ്തത് 8-ാം നാളിൽ പരിച്ഛേദനമേറ്റ് മത തീവ്രവാദി വളർന്ന പൗലോസിന് പിന്നെ എന്താവശ്യം? സ്തോത്രം. നീ കർത്താവിന് വേണ്ടി ഈ പുസ്തകമായിട്ട് ഇറങ്ങണമെങ്കിൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പുസ്തകം എടുക്കാൻ നിനക്ക് തൻ്റെ ഇടം ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. അല്ലാതെ ഹല്ലേലൂയ. പാരമ്പര്യമായിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബൈബിൾ ചുമക്കുന്നവരാണ്, അതുകൊണ്ട് ഞാനും ചുമക്കുന്നു. നീ ചുമന്ന് അവസാനം ചുമഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നിത്യതയിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വന്നാൽ, സ്തോത്രം, നീ ഇരിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങും, നീ ഇരിക്കുന്ന മതത്തിൽ നിന്ന് ഇറങ്ങും, ക്രിസ്തുവിന് വേണ്ടി നിൻ്റെ ജീവിതം നീ സമർപ്പിക്കും. പൗലോസിൻ്റെ ഭാഗ്യമായി ചെതമ്പൽ മാറിക്കിട്ടി, കാഴ്ച ലഭിച്ചു. വിശുദ്ധൻ ചെയ്തത് സ്നാനമേറ്റ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചു. പിന്നെ ഒരു ഓട്ടമായിരുന്നു, പുറകോട്ട് നോക്കിയിട്ടില്ല. കലപ്പയിൽ കൈവച്ചിട്ട് വിശുദ്ധ പൗലോസ് പുറകോട്ട് നോക്കില്ല. അയ്യോ എൻ്റെ വീട്ടുകാരെന്ത് പറയും, എൻ്റെ നാട്ടുകാരെന്ത്, ഭാര്യ എന്ത് പറയും, എൻ്റെ അളിയനെന്ത് പറയും, ഗൾഫിലിരിക്കുന്ന എൻ്റെ തൊമ്മച്ചനെന്ത് പറയുന്നല്ല, ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ലെന്നാ വിശുദ്ധ പൗലോസ് പറയണേ കർത്താവിനെ രക്ഷകനാഥനെ സ്വീകരിക്കാൻ. ഇപ്പോഴും ഉണ്ടല്ലേ നട്ടെല്ലെന്നും പറഞ്ഞൊരു സാധനം. നിനക്ക് ഇരിക്കുന്നത് നട്ടില്ലല്ല, വാഴപ്പിണ്ടിയാണ്, ചീഞ്ഞ വാഴപ്പിണ്ടി. കുടുംബക്കാരെ പേടി.
മാതാപിതാ മക്കളെ പേടി, പിന്നെ അളിയനെ പേടി, ഭർത്താവിനെ പേടി. വെറും ഓലപ്പാമ്പുകളാണ് ഈ സാധനങ്ങളെല്ലാം. സ്തോത്രം. നീ ആരെയാണ് പേടിപ്പിക്കണേ? നിനക്ക് ആരെയാണ് പേടി? നിനക്ക് വേണ്ടി കാൽവരിയിൽ കുരിശിൽ മരിച്ച് രക്തം ചിന്തിയ കർത്താവിനെ അനുസരിക്കണോ, അതോ ഇന്നലെ കണ്ട മണ്ണാങ്കട്ടെ അനുസരിക്കണോ? ആരാ നീ അനുസരിക്കുന്നത്? സ്തോത്രം. ആരാ നിനക്ക് വേണ്ടി മരിച്ചേ? സ്തോത്രം. നിന്റെ പള്ളിയിലെ അച്ഛനോ, അതോ ബിഷപ്പോ, അതോ നിന്റെ ഏതെങ്കിലും അമ്മാവനോ? സ്തോത്രം. തിരിച്ചറിയണം, നിന്റെ സൃഷ്ടാവായ ദൈവമാരാണെന്ന് നീ അറിയുകയാണെങ്കിൽ അവൻ പറയുന്നതിനപ്പുറം പോകത്തില്ല. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം വിട്ടുമാറട്ടെ, ആ മതബന്ധനം വിട്ടുമാറട്ടെ. പൗലോസിൻ്റെ ആന്തരിക കാഴ്ച ലഭിച്ച് അവന് സ്നാനപ്പെട്ട്, സ്തോത്രം, ക്രിസ്തുവിനോട് ചേർന്ന്. അപ്പോൾ ഇത് പൗലോസ് നമുക്കൊരു വലിയ ഉത്തമ സാക്ഷിയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 11 അധ്യായം 1 വാക്യത്തിൽ പറയുന്നത്, 1 Corinthians chapter 11 verse 1. എന്താണ് വിശുദ്ധം പറയുന്നത്? അങ്ങനെ ആന്തരിക കണ്ണ് തുറന്നു കെട്ടി സ്നാനപ്പെട്ടവന് മാത്രമേ ഇത്തരം തൻ്റെ ഇടത്തോടെ ഈ വാക്യം പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവേൻ. ബി all of you followers of me, even as I also am of Christ. ഇതൊരു ചലഞ്ചാണ്, ഇതൊരു വെല്ലുവിളിയാണ്. സ്തോത്രം. ഇന്ന് എത്ര ക്രിസ്ത്യാനികൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം? സ്തോത്രം. അല്ലേ? ഇന്ന് എത്ര പേർക്ക് ഇത്രയും തൻ്റെ ഇടത്തെ പറയാൻ പറ്റും, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുമെന്ന്? സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഏത് ബിഷപ്പിന് പറയാൻ പറ്റും, ഏത് പള്ളിയിലച്ഛന് പറയാൻ പറ്റും, ഏത് പാസ്റ്ററിന് പറയാൻ പറ്റും, ഏത് സെൻട്രൽ പാസ്റ്ററിന് പറയാൻ പറ്റും, ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുന്നത്? ഇറ്റ്സ് എ ചാലഞ്ച്. ബിക്കോസ് എന്താ അത്രയും തൻ്റെ ഇടത്തോടെ പറഞ്ഞത്? താൻ പൗലോസിന് ഉറപ്പായിരുന്നു താൻ ആരെയാണ് അനുഗമിക്കുന്നത്. ഇന്ന് നിനക്ക് എന്തുറപ്പായിരിക്കണേ? നീ യേശു ക്രിസ്തു ആനെ അനുസരിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പന നീ അനുസരിക്കും. സ്തോത്രം. അതെല്ലാം പാരമ്പര്യം പറഞ്ഞ് വെള്ളത്തിലാക്കട്ടെ. നിങ്ങളുടെ പാരമ്പര്യത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം നിങ്ങൾ തന്ത്രപൂർവ്വം വളച്ചു കളയുന്നെന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ അനുകരിക്കുവാൻ നിനക്ക് ഒരു മനുഷ്യൻ്റെ ആലോചന വേണ്ട, ഒരു കുടുംബക്കാരുടെയും തീരുമാനം വേണ്ട, ഒരു മതത്തിൻ്റെയും തീരുമാനം വേണ്ട. ഇറ്റ്സ് യുവർ പേഴ്സണൽ ഡിസിഷൻ. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഹല്ലേലൂയ. ഈ രക്ഷ ഒരു കുടുംബക്കാർക്കും ഒരു ദേശത്തിനും ഒരു സമൂഹത്തിനും തരാൻ പറ്റില്ല. കാരണം എനിക്ക് നിനക്ക് വേണ്ടി മരിച്ചത് ഒരുവൻ മാത്രം, കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ആ കർത്താവിനെ കർത്താവായിരിക്കുന്നത് പോലെ ഒപ്പിയെടുത്തവനാണ് വിശുദ്ധ പൗലോസ്. ഹി വാസ് നോട്ട് എ കാർബൺ കോപ്പി, ഹി വാസ് എ ട്രൂ കോപ്പി. യേശുവിന് വേണ്ടി ഇത്രയും ആത്മാർത്ഥതയോടെ ജീവിച്ച ഒരു വിശുദ്ധൻ ഇനി ഭൂമിയിൽ ജനിക്കാനില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ വെറും കാർബൺ കോപ്പിയാണ്, വെറും കാർബൺ കോപ്പി. സ്തോത്രം. അല്ലേ? ആ കർത്താവിൻ്റെ പേരും പറഞ്ഞ് എന്ത് അടിച്ചു മാറ്റാൻ പറ്റുമെന്നും പറഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ ഇടിച്ചു പൊളിച്ച് ഈ മാർഗത്തിലേക്ക് വരുന്നത്. സ്തോത്രം. പൗലോസ് വന്നത് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് അടിച്ചു മാറ്റാമെന്നല്ല, എന്ത് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിന് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. സ്തോത്രം. ഇപ്പോൾ വരുന്നതെല്ലാം മൺവെട്ടിയും കൊണ്ടാണ്. ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. പൗലോസ് വന്നത് മൺവെട്ടിയും കൊണ്ടല്ല, ഷൗലും കൊണ്ടാണ്. അങ്ങോട്ട് പോരിയാണ് കൊടുത്തത്, അങ്ങോട്ടാണ് കൊടുത്തത്. സ്തോത്രം. അല്ലേ? അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് കർത്താവിൻ്റെ പുറകെ. നിന്നെ പിശാച് അടിച്ചിട്ടു പോവും. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം, ലിസൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ആത്മീയമായി കണ്ണ് കുരുടാകാനുള്ള കാരണം, അപ്പോൾ ആത്മീയ കണ്ണ് പൗലോസിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്തപ്പോഴാണ് താൻ തൻ്റെ ഓട്ടം പൂർത്തീകരിച്ച് ഇന്ന് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. വിട്ടുപിരി ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ള കാഴ്ചപ്പാടൊക്കെ കിട്ടണമേ. കാണുന്നതിനല്ല, കാണാത്തതിനെ നോക്കി പാർക്കണമെങ്കിലുണ്ടല്ലോ. കൈപ്പണിയാലല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ആരോ പറഞ്ഞിങ്ങനെ കേട്ടെന്നല്ല, ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഒരു കാഴ്ച ലഭിക്കണമെങ്കിൽ ആത്മീയ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു കിട്ടിയാൽ മാത്രമേ അത് സ്വപ്നം കാണാൻ പറ്റുകയുള്ളൂ. അല്ലേ? അതായിരുന്നു വിശുദ്ധ പൗലോസിൻ്റെ സ്വപ്നം. കാണുന്നതില്ല, കാണാത്തതിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയും തന്നെ കണ്ണ് നിറയെ കാണണം. സ്തോത്രം. കണ്ണ് നിറയെ കാണണം. ഹല്ലേലൂയ. എന്തിനും വലുതായിട്ട് കാണണം. സ്തോത്രം. അല്ലേലോ. ഒരിക്കലും ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു. എന്ത് കണ്ട്? സ്വപ്നം കണ്ട് വത്സൻ തിന്നുന്നതായിട്ട്. എന്ത് തിന്നുന്നതായിട്ട്? വത്സൻ എന്ന് പറഞ്ഞാൽ ഈ ഇലയട അല്ലേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിൻ്റെ പേര് വത്സൻ എന്നാണ്. അല്ല, വത്സമ്മേ, എന്തമ്മേ ആയിക്കൊള്ളട്ടെ. വത്സൻ തിന്നുന്നതായിട്ട് സ്വപ്നം കണ്ടു.
നേരം വെളുത്തപ്പോൾ ഈ മനുഷ്യൻ കിടന്ന പായുടെ ഒരു മൂലയില്ല. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ ഇത് വത്സനാണെന്ന് പറഞ്ഞ് ഈ കിടന്ന പായ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞ പക്ഷേ അങ്ങനെയെങ്കിലും ഒരു സ്വപ്നം കാണണം. സ്തോത്രം. കർത്താവേ വേഗം തരയണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. എന്ത് കിട്ടുമെന്നല്ല, എന്തെനിക്ക് വേണ്ടി കർത്താവിന് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായിരിക്കണം. കാണുന്നതില്ല, കാണാത്തതിന് നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് അടക്കും എന്നുള്ള പൂതിയ. കല്യാണക്കൊതി, കല്ലറക്കൊതി. സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മതപുരോഹിതൻ നിന്നെ പേടിപ്പിക്കുന്നത്. സ്തോത്രം. അവനെ അടക്കിയെന്നാണ് പറയുന്നത്. മോശപ്പച്ചനെ കർത്താവ് അടക്കിയത്. ഇന്ന് വരെ ആർക്കും അറിയത്തില്ല എവിടെ അടക്കിയെന്ന്. സ്തോത്രം. അറിഞ്ഞിരുന്നെങ്കിൽ പോയി മാന്തി എടുത്ത് എല്ലും പല്ലും ഒക്കെ മാന്തി എടുത്ത് വിറ്റേന. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. സ്തോത്രം. ഒരിക്കലും ഒരു യാക്കോബ അച്ഛന് പ്രസംഗവേദിയിൽ പറയുന്നത് ഞാൻ കേട്ടു. പിതാവേ, ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒരു പ്രത്യേക ട്രെൻഡ് തുടങ്ങിയിരിക്കുന്ന മരിച്ചു പോയവരുടെ ഈ അവശേഷിപ്പൊക്കെ എടുത്തു വെച്ച് തിരിശേഷിപ്പാണെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത. സ്തോത്രം. തിരുമേനി, അത് തിരിശേഷിപ്പൊന്നുമല്ല, ശവശേഷിപ്പാണ്. ഓ ഓ ഓ തോമസാ, അങ്ങനെ ഉണ്ടല്ലോ അച്ഛൻ്റെ പേര്. അച്ഛൻ മരിച്ചു പോയെന്ന് തോന്നുന്നു. സ്തോത്രം. അച്ഛന് പക്ക കറക്റ്റാണ് അച്ഛൻ പറഞ്ഞത്. തിരിശേഷിപ്പൊന്നുമല്ല, ശവശേഷിപ്പാണ്. സ്തോത്രം. അപ്പോഴതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പുറകെ വേണം പോകാൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മീയ കണ്ണ് കുരുടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ പൗലോസിൻ്റെ കണ്ണ് തുറന്നു കിട്ടി. ആന്തരിക കണ്ണ് തുറന്നു കിട്ടിയപ്പോൾ പൗലോസ് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന്. അങ്ങനെ ആന്തരിക കണ്ണ് തുറന്നു കിട്ടിയാൽ മാത്രമേ നമുക്ക് ചേരേണ്ടവനോട് ചേരാനായിട്ട് കഴിയുകയുള്ളൂ. സോ പരിശുദ്ധാത്മാവ് നമ്മളെ തുടർന്ന് പഠിപ്പിക്കുകയാണ്. ഒന്ന്, അപ്പോൾ ആത്മീയമായി കണ്ണ് കുരുടാകാനുള്ള കാരണം ഒന്ന്, സഹോദരനെ പകയ്ക്കുന്നവൻ കണ്ണ് കുരുടാക്കുന്നു. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള കാര്യമല്ല, അകത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ആത്മീയ കണ്ണ് കുരുടാകാനുള്ള കാരണം ഇത് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിന് പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം. 1 യോഹന്നാൻ 2:11 സഹോദരനെ പകയ്ക്കുന്നവൻ കണ്ണ് കുരുടാക്കുന്നു. 1 യോഹന്നാൻ 2:11 1 John 2:11 സ്തോത്രം. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടെ പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ, സഹോദരനെ വെറുക്കുന്നവൻ കണ്ണ് കുരുടാക്കുന്നു. രക്ഷിക്കപ്പെടുമെന്ന് തുള്ളി നടക്കുകയല്ലേ അന്യഭാഷയും പറഞ്ഞ്. എത്ര നാളായി നിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട്? എത്ര നാളായി നിൻ്റെ കൂട്ടുവിശ്വാസിയുടെ വീട്ടിൽ പോയിട്ട്? പിന്നെ എൻ്റെ ഡോഗ് വിൽ ഗോ. പട്ടി വളർത്തി നടക്കുകയാണ്. എൻ്റെ പട്ടി പോകും. നിൻ്റെ പട്ടി പോകും. കാരണം വളർത്തുന്നെങ്കിൽ പട്ടിയെ വളർത്തുന്നത്. ഇതേപോലെ നന്ദിയുള്ള ഒരു മൃഗം ഈ ഭൂമിയിൽ വേറെ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് എത്ര നാളെ ഈ കൊള്ളി ഓടിച്ചിട്ട് സ്തോത്രം. ഞങ്ങൾ വേർപെട്ടവർ. നീ വേർപെട്ടവനാണ്. സ്തോത്രം. എവിടുന്ന് വേർപെട്ട്? നിൻ്റെ വെറുപ്പ് വെച്ചുകൊണ്ടല്ലേ നിൻ്റെ സഹോദരനോട് പെരുമാറുന്നത് ഇപ്പോഴും? ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയല്ലേ നീ കർത്തൃമേശയ്ക്ക് കൈ നീട്ടുന്നേ? സ്തോത്രം. പള്ളിയിലാണെങ്കിൽ കുമ്പസാരിച്ച് അച്ഛനോടെങ്കിലും ചെന്ന് പറഞ്ഞിട്ട് നാക്ക് നീട്ടാം. പിന്നെ എവിടെ കുമ്പസാര കൂടിയിരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ പള്ളിയിൽ പോകാനല്ല പറഞ്ഞേ. സ്തോത്രം. നീ ആത്മീയപരമായി നീ കുരുടനാണ്. പുറമേ നിനക്ക് നല്ല കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് നല്ല കാഴ്ച ഉണ്ടായിരിക്കും. പക്ഷേ ആത്മീയ കണ്ണ് കുരുടാക്കിയത് നീയാണ്. സഹോദരനെ പകയ്ക്കുന്നവനും ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അന്ധനെ നയിച്ച രണ്ടുപേരും കൂടി കുഴി വീഴുന്ന പോലെ
എന്തുകൊണ്ട് ഒരു ആത്മീയ ഉണർവില്ലാത്തതിൻ്റെ കാരണം എന്താ? സ്തോത്രം. ജനിച്ചപ്പോഴും 10, മരിക്കാൻ പോകുമ്പോഴും 10. വൈ? ബിക്കോസ് നിൻ്റെ ഉള്ളിൽ നിൻ്റെ സഹോദരനെക്കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ നിൻ്റെ കുടുംബക്കാരെക്കുറിച്ചോ കൂട്ടായ്മയിലുള്ള കൂട്ടുവിശ്വാസികളെക്കുറിച്ചോ ഉള്ള വെറുപ്പാണ് നിന്നെ കുരുടനാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ എന്തുകൊണ്ട് ആത്മീയമായി കണ്ണ് കുരുടാകാനുള്ള കാരണം? 1 യോഹന്നാൻ 2-ാം അധ്യായം 2 9-ാം വാക്യം. 1 John 2:9. ഇരുട്ടിലിരിക്കുന്നു, വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നോളം ഇരുട്ടിലിരിക്കുന്നു. സ്തോത്രം. വെളിച്ചത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടണം. വെളിച്ചത്തിലിരിക്കുന്നു. വൺസ് യു വർ ഇൻ ഡാർക്ക്നെസ് ബട്ട് നൗ യു ആർ ഇൻ ക്രൈസ്റ്റ്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമുള്ളവനാണ്. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. സോ ഗെറ്റ് റെക്കൺസൈൽഡ് വിത്ത് യുവർ ഓൺ ബ്രദർ ഓർ യുവർ ഓൺ നെയ്ബർ. നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വൈരാഗ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിൻ്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കാനാണ് പറഞ്ഞ. ബലിയർപ്പണം നടക്കും. സ്തോത്രം. ഇന്നേ വരെ നീ അത് ചെയ്തിട്ടില്ലല്ലോ. എന്തിനു വൃത്തിയായിട്ട് എത്ര നാളായി സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന വന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് സൗകര്യപുറം മാറ്റിയിരിക്കുക. ഈ വിധം പ്രാർത്ഥിക്കുന്നുവെന്ന് മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിനക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ നാം പൂജിതമാകണം, ഞങ്ങളുടെ രാജ്യം വരണമെങ്കിൽ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. വൃത്തിയായിട്ട് പറയും. നിനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ നിമിഷം വരെ നിന്നോട് തെറ്റിയവരോട് നീ ക്ഷമിച്ചിട്ടില്ല. ടിക്കറ്റ് എടുത്തിരിക്കുക സ്വർഗത്ത് പോകാനായിട്ട്. ഇത്തിരി പുളിക്കും. ലൂസിഫർ പോയാലും നീ പോകത്തില്ല. കാരണം എന്താ? നിന്റെ കടക്കാരോട് നീ ക്ഷമിച്ചിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞു, നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, അയ്യോ കർത്താവെ അങ്ങനെ പറയരുത്, 50 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ സഭയിൽ തന്നെ കുറ്റിയിടിച്ച് ഇവിടെ കിടക്കുകയാണ്, ഞങ്ങൾ നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത നിന്റെ സഹോദരങ്ങൾ ഒരുപക്ഷെ അങ്ങോട്ട് പോയാലും നീ പോകത്തില്ല. കാരണം സ്തോത്രം. എന്താ കാരണം? സഹോദരനെ പകയ്ക്കുന്നവനല്ല വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുന്നവൻ അന്ധകാരത്തിലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം. ഇനി അധികം സമയമില്ല. ഈ 2025 കാണാൻ കർത്താവ് അവസരം തന്നതെന്തിനാണെന്നറിയാവോ? നിൻ്റെ ഇത്തരത്തിലുള്ള നിൻ്റെ ആത്മീയ കണ്ണ് തുറക്കാതെ കണ്ട സ്തോത്രം പ്രത്യക്ഷം നോക്കുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളൊരു സ്ഥായിയായിട്ടൊരു സഭയിൽ തന്നെ, അതെ 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 സ്ഥായിയായ സഭയിൽ തന്നെ, പക്ഷേ കർത്താവിൻ്റെ സഭയിലല്ല. സ്തോത്രം. കർത്താവിൻ്റെ സഭയിലാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കും. ആത്മീയ കുരുട് നീ തന്നെയാണ് കാരണക്കാരൻ. നിൻ്റെ ആത്മീയ കണ്ണ് കുരുടാക്കാനുള്ള കാരണക്കാരൻ നീ തന്നെയാണ്. ഇനി ആരാണ് കൊലപാതകൻ? ഹൂ ഈസ് ദ മർഡറർ? 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാം വാക്യം. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. 1 യോഹന്നാൻ 3:15. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവന് ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഈ വചനമെടുത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. സഹോദരനെ പകയ്ക്കുന്നവനെ കൊലപാതകനാണ്. വടിവാൾ വെച്ച് ആരെയും വെട്ടി കാണത്തില്ല, പാര വെച്ച് ആരെയും കുത്തി കാണത്തില്ല. പക്ഷെ വാക്കിൻ്റെ പാര കൊണ്ട് പലരെയും ഊരാപ്പാര കൊണ്ട് നടക്കുന്നവരുണ്ട്. സ്തോത്രം. വാതോറും സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവമേ ലൂസിഫർ പോലും പേടിച്ചു പോകും. ആ ടൈപ്പ് സാധനങ്ങളാണ്. സ്തോത്രം. പകയ്ക്കുന്ന കൊലപാതകനെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ജയിലിൽ അടക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, സമയമുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ ആരെങ്കിലുമൊക്കെ കൊന്നു തന്നെ അവനെ പിടിച്ച് ജയിലിടുന്നില്ലേ? ആത്മീയ കോളത്തിൽ കൂടുതൽ കൊലപാതകൾ ഇരിക്കുക. യാതൊരു കൊലപാതകനും നിത്യജീവനും ഉള്ളിൽ വസിച്ചിരിപ്പില്ലെന്ന്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിന്നിലുള്ള ആ പിശാച് വിട്ടുമാറട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ ആ നിത്യജീവന് നീ യോഗ്യനാകട്ടെ, അർഹതയാകട്ടെ. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണെന്നോ. ഈ ആത്മീയ കോളത്തിൽ കൂടുതൽ കൊലപാതകനും കൊലപാതകയുമാണ് ഇരിക്കുന്നത്. സ്തോത്രം. അല്ലേ? എല്ലാവരും ഇങ്ങനെ അമ്മക്കുറ പൗഡർ ഇട്ടിരിക്കുക. അമ്മക്കുറ പൗഡർ അല്ല, കുട്ടിക്കുറ പൗഡർ. വെള്ളയൊക്കെ ധരിച്ച് സ്തോത്രം, ആരോടും മിണ്ടാതെ കണ്ട് ഇങ്ങനെ കുറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന പുട്ടുപോലെ ഇരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നീ പോയില്ലവനെ, നീ എടുക്കപ്പെടത്തില്ല. കാരണം നീ കൊലപാതകിയാണ്. യാതൊരു കൊലപാതകം നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം നീ എന്ത് വിചാരിച്ച് അത്ര ഈസിയായിട്ട് സ്വർഗത്തിൽ കയറാന്നാ? ഇത് വില കൊടുത്ത് ജീവിക്കുന്നവന് മാത്രമേ നിത്യതയിൽ കടക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞ മനസ്സിലായ? സ്തോത്രം. കൈക്കൂലി കൊടുത്തെന്നും പറഞ്ഞ് നീ സ്വർഗത്തിൽ കയറത്തില്ല. ദർ ഇസ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു മാർഗമാണ്, ഇതൊരു വേ ഓഫ് ലൈഫാണ്. നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ്. സ്തോത്രം. അപ്പോൾ കൊലപാതകൻ ആത്മീയ കണ്ണിനെ കുരുടാക്കുന്നു. നാലാമത് യോഹന്നാൻ 4:20, സഹോദരനെ പകയ്ക്കുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ അടുത്ത ആൾ വരെ കള്ളം വരുന്നുണ്ട്. സ്തോത്രം. നോക്കിയ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും, വളരെ ശ്രദ്ധിക്കണമേ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കാട്ടിലെ കള്ളൻ വീരപ്പനല്ല യഥാർത്ഥത്തിലുള്ള കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. സ്തോത്രം. ഐ ലവ് മൈ ഗോഡ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരൻ, ശ്രദ്ധിക്കണം, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം. ഹൂ ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഹൂ ഈസ് മൈ നെയ്ബർ എന്നിങ്ങനെ ഒച്ചത്തിൽ ചോദിക്കേണ്ട കാര്യമില്ല. നിൻ്റെ നെയ്ബർ നിൻ്റെ മുറിയിൽ തന്നെ കിടപ്പുണ്ട്, നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാ. നിൻ്റെ കുടുംബത്തിലുള്ള അപ്പനെ അമ്മയും നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവിനെ, നിൻ്റെ മക്കളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല മോനെ. ദൈവം നമ്മളെ തൂക്കി നോക്കുന്നവനാണ്, ആത്മാവിനെ തൂക്കി നോക്കുന്നവൻ. സ്തോത്രം. നമ്മളെ തൂക്കി നോക്കുന്ന ആയുധം, സ്കെയിൽ, ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം വെച്ചാണ് നമ്മൾ ദൈവം തൂക്കി നോക്കുന്നത്. സ്തോത്രം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിലെ ബന്ധനം അഴിയട്ടെ. ഹല്ലേലൂയ. ആ വ്യക്തി മുറിഞ്ഞ ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ഒന്നാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ധൂർത്തപുത്രൻ കടന്നു വന്നതുപോലെ. ഹല്ലേലൂയ. അപ്പാ, സ്വർഗത്തിനും അങ്ങേക്കും എതിരെ ഞാൻ പാപം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഈ എളിമയെന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് അത് വേണ്ടത്. സ്തോത്രം. നീ വചനം അറിയും തോറും നിനക്ക് എളിമയെന്ന് പറയുന്ന ഈ പുണ്യം നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. സ്തോത്രം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന മനുഷ്യന് ഈ കർത്താവ് അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്ന പറയുന്നത്, അല്ലയോ? ആണോ? പാപം ചെയ്തത് മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കാലെ പിടിച്ചത് ദൈവം. അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി യേശു ക്രിസ്തു മുട്ടുമടക്കി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ പത്രോസ് പറഞ്ഞു, കർത്താവേ, അരുത് അരുത് അരുത്. കർത്താവ് പറഞ്ഞെന്താ? ഞാൻ നിൻ്റെ പാദം കഴുകാൻ നീ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ എൻ്റെ പാദം മാത്രമല്ല നിന്നെ മൊത്തം കഴുകു. സ്തോത്രം. ഹല്ലേലൂയ. പാവിയുടെ മുൻപിൽ മുട്ടുമടക്കിയത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കർത്താവിൻ്റെ എളിമയെ അവിടെ കാണണേ. നീ വലിയ ക്രിസ്ത്യാനിയാണെന്നല്ലോ പറഞ്ഞേ.
നീ വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടെന്നുള്ളതല്ലേ? ഒന്ന് താന്നു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ സ്ഥാനമാനങ്ങളെല്ലാം ഉരിഞ്ഞു വെച്ച് ഒന്ന് മുട്ടിൽ വരാൻ, താഴ്ന്നു വരാൻ. കർത്താവിനെ കുറിച്ച് പറയുന്നത് അവന് താഴേക്ക് ഒതുങ്ങി വന്നെന്നാണ് പറയുന്നത്. സകലതും വിട്ട് ഒതുങ്ങി വന്നെന്നാണ് പറയുന്നത്. നമ്മൾ കർത്താവിൻ്റെ പേരും പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ ഒതുക്കുകയാണ്. കർത്താവ് ഒതുങ്ങി, നമ്മൾ ഒതുക്കുകയാണ് എല്ലാത്തിനും. സ്തോത്രം. അഹങ്കാരത്തിൻ്റെ അങ്ങ് കൊമ്പത്ത് കയറി ഇരിക്കുകയാണ്. കർത്താവ് സഞ്ചരിച്ചത് കഴുതപ്പുറത്താണ്. കഴുത വിനയത്തിൻ്റെയും ക്ഷമയുടെയും അടയാളമാണ്, ശാന്തതയുടെ അടയാളമാണ് ആ മൃഗം. സ്തോത്രം. നീ സഞ്ചരിക്കുന്നത് കർത്താവ് കഴുതപ്പുറത്ത്, നീ സഞ്ചരിക്കുന്ന അഹങ്കാരത്തിൻ്റെ പ്രതീകമായ കുതിരപ്പുറത്ത്. സ്തോത്രം. നിൻ്റെ അഹങ്കാരം മൂത്തിട്ട് നീ ഒരുത്തിൻ്റെ മുമ്പിൽ, പിന്നെ ഞാൻ ഇന്നേവരെ ആരുടെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല, ഞാൻ മുട്ടുമടക്കിച്ചിട്ടേ ഉള്ളൂ. സ്തോത്രം. ഇത്തരത്തിലുള്ള അഹങ്കാരമായിട്ട് നീ ഏത് സഭയെ കയറിയിരുന്നാലും എടുക്കപ്പെടത്തില്ല. സ്തോത്രം. കാരണം സ്തോത്രം, സഹോദരനെ പകയ്ക്കുന്നവൻ കള്ളനാവുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എത്ര മണി വരെയാണ്? 9:30 വരെ, അതോ 9:45? സിസ്റ്റർ ജി, സമയമായി. ഓക്കെ. അപ്പോൾ ഇഫ് പോസിബിൾ നമ്മൾ നെക്സ്റ്റ് ടൈം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ അല്പം എൻ്റെ സാക്ഷ്യം കൂടി കയറുന്നതായിരിക്കും. നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ബാറുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ആ തിരുവചനവുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കൂടി വരാൻ പരിശുദ്ധാത്മാവ് ദൈവം നാളെ സഹായിച്ചു. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഒരു സന്ദേശം കർത്താവ് നൽകുകയാണ്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. ഹല്ലേലൂയ. ഈ തിരുവചന ഭാഗങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.